പറഞ്ഞാല് ദാസന്റെ കുടുംബ ലൈഫ് പോകും, ഉറപ്പാണ്, മാറ്റമൊന്നുമില്ല. ദാസന്റെ കുടുംബം തകരും. കാര്യം ദാസന്റെ കുടുംബം തകരാൻ കാരണം ഒന്നും പറയാനില്ല. കാരണം ഇതൊരു പ്രമോഷൻ മാതിരി ആയിപ്പോയി. തീർച്ചയായിട്ടും ഞാൻ എന്നാ ഒരു വീഡിയോ കണ്ട് എന്റെ കിളിയും കിളിക്കൂടും പറന്ന് നിക്കുക. രേണുസുധിയുടെ പുതിയ ആൽബോ ഷോർട്ട് ഫിലിമോ എന്തോ ഒരു സംഭവം ഇറങ്ങിയിട്ടുണ്ട്. അതിനെ എല്ലാവരും എടുത്തു വെച്ച് റിയാക്ട് ചെയ്തിട്ടുമുണ്ട്. ഓരോന്ന് കാണിച്ചു കൂട്ടുന്ന ഈ പെണ്ണുപിള്ളയ്ക്ക് ഒരു ഉളുപ്പില്ലെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. എങ്ങനെങ്കിലും ആൾക്കാരെടുത്തിട്ട് റീച്ച് ചെയ്ത് കുറച്ച് ടൈം ലൈനിൽ നിന്ന് കഴിഞ്ഞാൽ എന്തോ വലിയ സംഭവമാണെന്നൊക്കെയാണ് തള്ളയുടെ വിചാരം. അതിന് വേണ്ടിയിട്ട് ഓരോ കോപ്രായങ്ങൾ ഓരോ സ്ഥലത്ത് ഇങ്ങനെ കാണിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുക. എന്നിട്ട് ഇതിനെ സപ്പോർട്ട് ചെയ്യാൻ കുറേ എണ്ണം വേറെ. 2 ദിവസം മുമ്പൊരു റീലിട്ടിട്ടുണ്ട്. തട്ടവും ഒരു കണ്ണാടയും എടുത്തിട്ടിട്ട് ആ സുധിച്ചേട്ടൻ്റെ ഫോട്ടോയുടെ മുന്നിൽ കയറി നിന്ന് ഏതോ ഒരു ആൽബത്തിന് കോപ്രായം കാണിക്കുന്നത്. ഇനി എങ്കിലും ആ മനുഷ്യനെ വെറുതെ വിടാവോ? കുറേ കാലം അങ്ങേരെ വിറ്റ് ജീവിച്ചില്ലേ? ഇനിയെങ്കിലും കുറച്ച് സമാധാനം കൊടുക്ക്. ഇത്രയും നാള് അങ്ങേരെ വിറ്റ് അങ്ങേരുടെ പേരിൽ റീച്ചും ഉണ്ടാക്കി ബിഗ് ബോസിലും കയറി ഇവിടെ വരെ എത്തിയില്ലേ? ഇനിയെങ്കിലും കുറച്ച് സ്വസ്ഥത കൊടുത്തൂടെ പെണ്ണുമ്പിള്ളേ നിങ്ങൾക്ക്? ഇനി ഇങ്ങനെ അങ്ങേരെ നാട്ടുകാരെ കൊണ്ട് ചീത്ത വിളിപ്പിക്കണോ? നിങ്ങളുടെ ഈ പ്രവൃത്തി കാരണമാണ് ആൾക്കാർ പറയുന്നത് ഭർത്താവ് മരിച്ചത് ഒരു അനുഗ്രഹമായിട്ട് കൊണ്ട് നടക്കുന്ന സ്ത്രീന്ന്. എന്തിനാ ഇങ്ങനെ പറയിപ്പിക്കുന്നേ? എന്തിനാ? തീർച്ചയായിട്ടും ഞാൻ എന്നാ ഒരു വീഡിയോ കണ്ട് എന്റെ കിളിയും കിളിക്കൂടും പറന്ന് നിക്കുക. ഞങ്ങൾ സത്യം ഇതൊക്കെ ഞങ്ങൾ അഭിമാനം കൊള്ളു. ഞാൻ എന്നെ സംബന്ധിച്ച് ദാസേട്ട ഏപ്പടോ എന്നൊക്കെ പറഞ്ഞ് ഞാൻ അഭിമാനം കൊള്ളുവാണ്. സത്യം എന്താ അറിയില്ല, കുളിര് പോയി. ഹേപ്പടത്തിൽ അഭിനയിച്ചു എന്ന് പറഞ്ഞ് ആൾക്കാർ വന്ന് കമൻ്റ് ഇടുന്നതും വീഡിയോ ചെയ്യുന്നതൊക്കെ ഇത്രയും അഭിമാനമായിട്ട് കാണുന്ന ഒരു സാധനം വേറെ കാണത്തില്ല. ബോധവും ഇല്ല, വിവരവും ഇല്ല, വിദ്യാഭ്യാസവും ഇല്ല, ഉളുപ്പും ഇല്ല, ഒരു തേങ്ങാക്കൊലയും ഇല്ലാത്ത ഒരു സാധനം. അല്ലാണ്ട് ഇപ്പം ഇതിനൊക്കെ എന്തോന്ന് പറയാനാ? സാമാന്യ ബോധമുള്ള ആൾക്കാർക്കൊക്കെ ഈ ഏപ്പടം എന്നൊക്കെ പറയുമ്പോൾ അത്യാവശ്യത്തെ രീതിയിൽ കൊള്ളും. ഇതിനത് അഭിമാനമാണ് പോലും. ഒരു സിനിമയില് നായകനും നായികനും സിനിമയിൽ അഭിനയിക്കുകയാണെങ്കിൽ അല്ലെ, ആ സിനിമയിൽ എന്തൊക്കെ ഉണ്ടാവും? അവർ തമ്മിൽ പ്രണയിക്കുകയാണെങ്കിൽ ഒന്ന് ഹഗ് ചെയ്യും, ഉണ്ടാവൂലേ? ഇതൊക്കെ സ്വാഭാവികമാണ്. സിനിമകൾ നിങ്ങൾ ആൽബം ഷൂട്ട് ചെയ്യുന്നതോ അല്ലെങ്കിൽ ഷോർട്ട് ഇടുന്നതോ ഒന്നുമല്ല പ്രശ്നം. ആൾക്കാർക്ക് വിവാദം ഉണ്ടാക്കാൻ, ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ എക്സ്ക്ലൂസീവ് എന്ന് പറഞ്ഞിട്ട് കുറേ കട്ടിങ്സ് എടുത്തിട്ടിട്ട് ഒരുമാതിരി മറ്റേ പരിപാടി കാണിക്കുന്നതാണ് പ്രശ്നം. ഒക്കെ ആൾക്കാർ ചെയ്യുമ്പോൾ കോരിച്ചരിച്ച് കൈയടിക്കും തിയേറ്ററിൽ പോയിട്ട് അല്ലെ. ഞങ്ങളൊരു ആൽബത്തിന് ഒരു അഭിനയിച്ച് കഴിഞ്ഞിട്ട് ഇവിടെ എന്താ ആൾക്കാർ എനിക്ക് മനസ്സിലാവുന്നത്? എന്താ വാട്ടപ്പ് ഈ ലോകത്തിൽ എന്താ പറ്റിയത്? ലോകത്തിന്റെ പോക്ക് എങ്ങോട്ടാന്നുള്ളത് എടാ മടുത്ത് കാണുവാടെ ഈ ആൾക്കാർക്ക്. രേണുസുധി എന്ന് പറയുന്ന വ്യക്തിയുടെ തനി കോണം കുറേ നാളായിട്ട് പുറത്ത് വരുന്നുണ്ട്. കാരണം ഏതെങ്കിലും രീതിയിൽ ഒരാൾ സഹായിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ 2 ദിവസം കഴിയുമ്പോൾ ഈ പെണ്ണുമ്പിള പോയി തെറി വിളിക്കും. അതൊക്കെ കൊണ്ടാണ് അവർ സോഷ്യൽ മീഡിയയിൽ വന്ന് കയറിയത് തന്നെ. ആ കയറിയ സമയത്ത് അവർക്ക് നല്ല റീച്ച് ഉണ്ടായിരുന്നു. ആ റീച്ച് കണ്ടിട്ട് തന്നെയല്ലേ നിങ്ങൾ ഇവരെയും വിളിച്ച് ഇപ്പം ഇമാതിരി വൃത്തികേടുകൾ കാണിച്ച് വീഡിയോ ചെയ്യുന്നത്. കാരണം നിങ്ങൾക്ക് എങ്ങനെ വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ റീച്ച് ഉണ്ടാവും എന്നറിയാം. അതിന് ഒരു ഉളുപ്പില്ലാണ്ട് ഈ സാധനം വന്ന് നിന്ന് തരുകയും ചെയ്യും. ഇത് പറയുമ്പോൾ ചില ആൾക്കാർ പറയും അവരെങ്ങനെയെങ്കിലുമൊക്കെ ജീവിച്ചോട്ടെ, എന്തിനാ പോകുന്നത് എന്നുള്ളത്. അവരോട് ഒന്നേ പറയാനുള്ളൂ, ഇവർ കൊണ്ട് സോഷ്യൽ മീഡിയയിൽ ഇട്ട് കഴിഞ്ഞാൽ എടുത്ത് റിയാക്ട് ചെയ്യും. അതിനിരുന്ന് കരഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരൊക്കെ വെറും മണ്ടന്മാരാക്കാണ് ഇവർ എന്ന് പറയാനേ പറ്റത്തുള്ളൂ. അതൊന്നും ഇപ്പോഴും തിരിച്ചറിയാത്ത ഈ സാധനത്തിൻ്റെ ഫാൻസ് ഒന്നും പറഞ്ഞ് നടക്കുന്ന കുറേ എണ്ണങ്ങൾ. ആ സത്യം പറഞ്ഞ ആൽബം എന്ന് വെച്ചാൽ എന്റെ ജീവനാണ്, ജീവനാടിയാണ്, എന്റെ ബ്ലഡ് ആണ് ആൽബം. അതെന്താണെന്നറിയില്ല, പണ്ടോട്ടേ ആളുടെ സിനിമ അല്ല എനിക്ക് ഏറ്റവും വലുത്. എനിക്ക് ഏറ്റവും വലുത് ആൽബമാണ്. അതെന്താന്ന് എനിക്കറിയില്ല.
ജീവനാണ്. ഞാനും ഒരു 5-6 സിനിമകൾ അഭിനയിച്ച ആളാ. അല്ലാതെ ആരും സിനിമയിൽ അഭിനയിക്കാൻ വിളിക്കാത്തത് കൊണ്ടല്ല. എന്റെ മോളായിട്ട് സ്ത്രീകൾ കുറെ എന്നോട് അഭിനയിച്ച മോളായിട്ട് അഭിനയിച്ച അമ്മയിൽ അഭിനയിച്ച എന്താണ് ആൾക്കാർക്ക് ഇവിടെ സംഭവിക്കുന്നത് രേണുസുതിയാണ് പ്രശ്നം. അതിപ്പം വേറൊരു നടി അഭിനയിച്ചിരുന്നെങ്കിൽ അങ്ങനത്തെ പ്രശ്നം ഉണ്ടാകത്തില്ല. ഇതിപ്പോ ഈ ലൈവ് ഇപ്പൊ യൂട്യൂബേഴ്സ് എടുക്കും. ഇത് തന്നെയല്ലേ പെണ്ണുമ്പിള്ളേ നിങ്ങൾക്ക് വേണ്ടത് അല്ലേ? നിങ്ങൾക്ക് ഈ വീഡിയോസ് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ യൂട്യൂബേഴ്സ് എടുത്ത് റിയാക്ട് ചെയ്യണം. ഇത് തന്നെയല്ലേ നിങ്ങൾക്ക് വേണ്ടത്? പിന്നെ നിങ്ങൾ എന്തിനാ ഈ കിടന്ന് പ്രസംഗിക്കുന്നേ? നിങ്ങൾ ഓരോ കോപ്രായങ്ങളെടുത്ത് കാണിച്ചിരിക്കുന്നത് തന്നെ ഇതുപോലുള്ള ആൾക്കാർ, ഞങ്ങളെപ്പോലുള്ള സംസാരിക്കുന്ന ആൾക്കാർ വന്നിരുന്ന് സംസാരിക്കണം. അതിന് വേണ്ടിയിട്ട് കാണിച്ചു കൂട്ടുന്ന കോപ്രായങ്ങൾ. ഒന്നുകൂടെ കാണിച്ചത് ആൽബം അല്ല അതിന്റെ കഴപ്പ്. ജിഷനും സെസം എടാ പൊന്നുമോനെ, കഴപ്പ് ഇവിടെ ഞങ്ങൾക്കാരും കഴപ്പില്ല. ഞങ്ങൾ ആൽബം നല്ല രീതിയിൽ നല്ല കഷ്ടപ്പെട്ടെടുത്താണ്. ആൽബം നല്ല രീതിയിൽ കഷ്ടപ്പെട്ട് തലേന്ന് ഉറക്കം അളച്ച് തന്നെ നല്ല രീതിയിൽ ഞങ്ങള് മീഡിയക്കാരും അവരെല്ലാരും ഉണ്ടായിരുന്നു. അതുപോലെ ഞങ്ങൾ പിള്ളേരെ വരെ ഉറക്കം അളച്ച് ആ കുട്ടിയുടെ അധ്വാനമാണ്. അപ്പൊ അല്ലാതെ ഞങ്ങളുടെ കഴപ്പല്ല. നിന്റെ വീട്ടിൽ പഠിപ്പിക്കുന്നത് ഇവിടെ വന്ന് വിളമ്പരുത് കേട്ടോ. അത് നിന്റെ കഴപ്പാണ്, ഞങ്ങളുടെ ആരും കഴപ്പല്ല. ഞാൻ പറയും ദാസേന്റെ തെച്ചു ഒന്നും മിണ്ടത്തില്ല. തിരിച്ച് രേണുസുതി നല്ല വർത്താനം പറയും. ഓക്കെ, അപ്പൊ മുമ്പൊപ്പം രാവിലെ ഒരു 7 മണിക്ക് പൂജ കഴിഞ്ഞ് തുടങ്ങി ഒരു 6-6:30 ആകുമ്പോഴത്തേനല്ലേ കറക്റ്റ് വെളിച്ച 3 നമ്മൾ തീർക്കാൻ പറ്റി. അതന്നെ പിന്നെ അത്രയും സഹകരണമാണ്. അപ്പൊ ലച്ചുവിന്റെ അച്ഛനും അമ്മയാണ്. ഇങ്ങനൊക്കെയാണ് കാര്യങ്ങൾ. ആരെങ്കിലൊക്കെ തെറി വിളിച്ചു കഴിഞ്ഞാൽ സന്തോഷം. ഈ ലൈവ് ഇട്ടിട്ടുണ്ട്, തെറി വിളിക്കാൻ വേണ്ടി മാത്രം ലൈവ് ഇട്ട ഒരു വ്യക്തിയാണ് രേണുസുതി. ആരോ എന്തോ പറഞ്ഞെന്നും പറഞ്ഞിട്ട് അവരെ തെറി വിളിക്കാൻ വേണ്ടി മാത്രം ലൈവ് ഇട്ടത്. എന്തൊക്കെയാണ് ഇവർ കാട്ടിക്കൂട്ടുന്നത്? കുറച്ചെങ്കിലും ഉളുപ്പും നാണം മാനം ഉണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോൾ അവിടെ ഇരുന്ന് ആ സ്ഥലം തന്ന മനുഷ്യനെ എത്രമാത്രം അപമാനിക്കാവോ അത്രയും അപമാനിച്ച് നടക്കുന്ന നിങ്ങൾക്ക് കുറച്ചെങ്കിലും ഉളുപ്പും നാണം മാനം എന്ന് പറയുന്ന സാധനങ്ങൾ ഉണ്ടെങ്കിൽ വേറെ വീട് വാങ്ങിക്കും സ്ഥലം വാങ്ങിക്കും എന്നൊക്കെ അല്ലേ പറഞ്ഞുകൊണ്ടിരുന്നേ. വച്ചിട്ട് മാറിപ്പോ പെണ്ണുമ്പിള്ളേ. നിങ്ങൾ പിന്നെ എന്തിനാ അവിടെ അട്ടിപ്പേറി കിടക്കുന്നേ? പൊക്കൂടെ? ആരും പിടിച്ചവിടെ നിർത്തുന്നൊന്നും ഇല്ലല്ലോ. ഇപ്പോഴും അതേ വീട്ടിൽ കയറി കിടന്നിട്ട് ഞാനൊന്നും ചെയ്തിട്ടില്ല, ഞങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല, ഇതൊക്കെ എല്ലായിടത്തും സ്വാഭാവികമായിട്ട് നടക്കുന്നതാണ്, ബ്ലാ 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 എന്ന് പറഞ്ഞിട്ട് ഒരു വക്കീൽ നോട്ടീസൊക്കെ അയച്ചിട്ടുണ്ടായിരുന്നില്ലേ? ഇറങ്ങി പോ പെണ്ണുമ്പിള്ളേ. ഉളുപ്പുണ്ടെങ്കിൽ ഇറങ്ങി പോതള്ളേ. ശരി എന്നാ.